ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അമ്മ സ്പെഷ്യൽ ഹെയർ ഓയിൽ ഉണ്ടാക്കാനൊക്കെ കൊണ്ട് പോകാട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന നീലയാമ്പരിയും കറ്റാർ വാഴപ്പോളയും ഈ ബ്രഹ്മിയും എല്ലാം കൂടെ ചേർത്ത് അമ്മ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ദാണ്ട് ഈ നിൽക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന എണ്ണ ദാണ്ട് ഈ ഒരു കളറായിട്ട് വരും കേട്ടോ. ബ്ലാക്കും അല്ല മെറൂണും അല്ല, ആ ഒരു കളറ്. അപ്പോൾ ദാണ്ട് നമ്മൾ ആദ്യം കണ്ട കറ്റാർ വാഴപ്പോളയും നീലയാമ്പരിയും ബ്രഹ്മിയും കൂടെ അരച്ച ചാറാട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കും. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ നമുക്ക് പാകമായി എന്നുള്ളത് അറിയാൻ പറ്റുമെന്ന്. അപ്പോഴമ്മ പറഞ്ഞു തന്നു, ദാണ്ടി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചില്ലേ കുറച്ച് ചാറ്, അതായത് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു ചാറ് ഒഴിച്ചു കൊടുത്തില്ലേ, അതിങ്ങനെ ഈ ഒരു പരുവത്തിലാവും. അതായത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഈ ചാറെല്ലാം കൂടെ ഇങ്ങനെ മൂത്തൊരു പരുവമായിട്ട് വരും. ഇതിനമ്മ ഒരു പേര് പറഞ്ഞു കക്കൻ. അതായത് ഇതിങ്ങനെ കക്കൻ പോലെ ആയി ഇങ്ങനെ നല്ലോണം തിളച്ച് പറ്റി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിളച്ച് പറ്റിയിരിക്കില്ല, ഈ കുമള വന്ന് പൊട്ടുന്ന ആ ഒരു പൊട്ടൽ ഒന്ന് പതുക്കെ നിൽക്കും. ദാണ്ട് ഇതിപ്പോൾ നിന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചതിൻ്റെ മുക്കാലോളം എണ്ണയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമായി വരുമ്പോഴാണ് നമുക്ക് തലയിൽ തേക്കാൻ പാകമാവുന്നത് പറഞ്ഞു. ഇനിയിപ്പോൾ അമ്മയോട് ചോദിക്കാം. കറ്റാർവാഴപ്പോള, നീലയമരി, ബ്രഹ്മി ഇവ ഒരു സമൂലമെടുത്ത് അരച്ച് അതിൻ്റെ നീരെടുത്ത് അരിച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിനെടുത്ത് നമ്മൾ ഒരു ചട്ടിയിൽ അടപ്പത്ത് വെച്ച് ഇളക്കി അത് ഒരു പരുവമാവുന്നിടം വരെ എണ്ണ വറ്റി അതിൻ്റെ കക്കനാക്കി എടുത്ത്, കക്കൻ ഇതിൻ്റെ ഒരു പരുവാണ്, കക്കനുണ്ട് മൂക്കുമ്പോൾ അടിയിലേ വരുന്ന കക്കൻ ആവുന്ന പരുവത്തിൽ വാങ്ങി വെച്ച് നമ്മൾ എടുക്കുക. മുടി നല്ലപോലെ വളരുന്നതാണ്. അങ്ങനെ അമ്മ സ്പെഷ്യൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വിധവും രീതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.